തൃശൂരിൽ ശിവരാത്രി ചടങ്ങിനെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഔദ്യോഗിക വാഹനം എത്താത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ മടങ്ങി. ശിവരാത്രി മഹാപരിക്രമ യാത്രക്കിടയിലാണ് സംഭവം. വടക്കുംനാഥ ക്ഷേത്രത്തിന് സമീപമായിരുന്നു വാഹനം പാർക്ക് ചെയ്തിരുന്നത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇവിടെ എന്തെങ്കിലും വീഴ്ച ഏതെങ്കിലും തരത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം സുരേഷ് ഗോപിയുടെ തൊട്ടപ്പുറത്ത്, അദ്ദേഹം വന്ന് നിന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു ഇത്തരത്തിൽ ആ വാഹനവും പാർക്ക് ചെയ്തത്. പക്ഷേ ആ വാഹനത്തിന് പെട്ടെന്ന് തന്നെ സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹവും കാത്തു നിന്നില്ല. തൊട്ടപ്പുറത്തായിരുന്നു ഓട്ടോ സ്റ്റാൻഡ്. ഒരു കൈ കാണിച്ചൊരു ഓട്ടോ വിളിച്ച് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആ ഓട്ടോയിലേക്ക് കയറുകയായിരുന്നു. രാമനിലയത്തിലേക്ക് പോകണമെന്ന് ഓട്ടോ ഡ്രൈവറോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. BJP നേതാവ് ഹരി അടക്കമുള്ള ആളുകൾ ഈ സമയം അവിടെ ഒപ്പമുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ആ വാഹനം ഡ്രൈവർ തൊട്ടപ്പുറത്തേക്ക് എത്തിച്ചേർന്നു. പക്ഷേ അപ്പോഴേക്കും ഗൺമാൻ മുൻപിലെ സീറ്റിലും കയറി ഇരുന്ന് ആ വാഹനം ഓട്ടോ പെട്ടെന്ന് തന്നെ രാമനിലയം ഗസ്റ്റ് ഹൗസ് ലക്ഷ്യമാക്കി പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ സുരേഷ് ഗോപിയുടെ വാഹനത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൻ്റെ ഡ്രൈവർ ഇറങ്ങി ആ ദേശീയ പതാക അതിൽ നിന്ന് ഊരി പിറകെ പോവുകയായിരുന്നു. പോലീസോ എസ്കോട്ടോ ഒന്നും ഇല്ലാതെ തന്നെയാണ് സുരേഷ് ഗോപി രാമനിലയം ഗസ്റ്റ് ഹൗസിലേക്ക് പോയത്. സുരക്ഷാ വീഴ്ച എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു കേന്ദ്രമന്ത്രി ഇത്തരത്തിൽ ഒരു ഓട്ടോയിൽ കയറി പോകുമ്പോൾ സ്വാഭാവികമായി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. നിറച്ച ആളുകളുള്ള ഒരു പ്രദേശത്തു നിന്നാണ് പെട്ടെന്ന് തന്നെ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായത്. എന്തായാലും അതിൽ ചില ആളുകളൊക്കെ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഓട്ടോയുടെ മുൻ സീറ്റിലിരുന്നാണ് ഗൺമാൻ യാത്ര ചെയ്യുന്നത്. പിറകിലെ സീറ്റിൽ സുരേഷ് ഗോപി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതൊരു നിയമലംഘനമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. പെട്ടെന്നൊരു വാഹനം വിളിച്ച് പോയി എന്നത് മാത്രമാണ് BJP നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വിശദീകരണം. എന്തായാലും ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അതാണ് ശിവരാത്രി ചടങ്ങിനാണ് കേന്ദ്രമന്ത്രി എത്തിയത് തൃശ്ശൂരിൽ. ഔദ്യോഗിക വാഹനം എത്താത്തതിനെ തുടർന്ന് ഓട്ടോറിക്ഷയിൽ മടങ്ങുകയായിരുന്നു. തൊട്ടടുത്ത് വാഹനം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടി മന്ത്രിയും കാത്തു നിന്നില്ല. ഒരു ഓട്ടോ കണ്ടു, അതിൽ കയറി പോവുകയായിരുന്നു എന്നുള്ളതാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.